സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ജാക്സൺ എന്നൊരാൾ അഗസ്റ്റിൻ സാറിൻ്റെ പഴയ വീട്ടിലെത്തി. താൻ ശൗര്യക്കുട്ടി പറഞ്ഞയച്ചിട്ട് വരികയാണെന്ന് അറിയിച്ചു. സൈമൺ തരകനും എൽസമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. തനിക്ക് എൽസമ്മയെ കാണണമെന്ന് ജാക്സൺ പറഞ്ഞപ്പോൾ എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ കാര്യം എന്താണെന്ന് തിരക്കി. അത് അവരോട് പറയാനുള്ളതാ, ജാക്സൺ പറഞ്ഞു. സ്റ്റീഫൻ അകത്ത് ചെന്ന് എൽസമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ജാക്സൺ ഒരു കീ ചെയിൻ എൽസമ്മയുടെ നേർക്ക് നീട്ടി. ഇത് ഇവിടെ തരണമെന്ന് ശൗര്യക്കുട്ടി പറഞ്ഞേൽപ്പിച്ച് വിട്ടതാ, ഇങ്ങ് തന്നേക്ക്. സ്റ്റീഫൻ അത് വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ കൊടുക്കാൻ കൂട്ടാക്കാതെ ജാക്സൺ പറഞ്ഞു. അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് ശൗര്യക്കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടെ സ്റ്റീഫൻ കൈ പിൻവലിച്ചു. വാങ്ങിച്ചു നോക്ക്, അയാൾ എൽസമ്മയോട് പറഞ്ഞു. എൽസമ്മ അത് വാങ്ങി നോക്കി. കീ ചെയിനിൽ താക്കോലുകളുടെ ഒരു കൂട്ടം. ഓമനപ്പുഴയിൽ ശൗരി ഒരു വീടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ. നല്ല വീടാ. അതിൻ്റെ ഗേറ്റിൻ്റെയും വാതിലിൻ്റെയും അലമാരയുടെ ഒക്കെ താക്കോലുകളാ. അമ്മയ്ക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഒരു വണ്ടിയും ഡ്രൈവറും കാണും എപ്പോഴും അവിടെ. നല്ല വീടാ, പുതിയതാ. 2-3 നിലയൊന്നുമില്ല, ഒറ്റ നിലയാ. ശൗര്യക്കുട്ടിയുടെ സ്വന്തം വീടാണോ, വാങ്ങിച്ചതാണോ, വാടകയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഫർണിച്ചറൊക്കെയുള്ള വീടാ. ചെലവ് കഴിയാനുള്ള വീട്ടു സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി താമസിച്ചാൽ മാത്രം മതി, വേറൊന്നും അറിയണ്ട. എൽസമ്മ താക്കോലുകളിലേക്ക് വീണ്ടും നോക്കി. തൻ്റെ മകൻ നൽകുന്ന സ്നേഹമാണോ അതോ ഭിക്ഷയാണോ? അതിലേതായാലും താനിത് അർഹിക്കുന്നു. ഭിക്ഷയാണെങ്കിൽ താൻ അവനെ ഇത്ര കാലം വെറുത്തതിൻ്റെ ശിക്ഷയാകാം. സ്നേഹമാണെങ്കിൽ അവനെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതിൻ്റെ സമ്മാനമാകാം. എൽസമ്മ ആ താക്കോൽ കൂട്ടത്തിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു. വീടിൻ്റെ അഡ്രസ്സ് ഇതാണ്. ജാക്സൺ അതും എൽസമ്മയെ ഏൽപ്പിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാനുള്ള ഫോൺ നമ്പറും ഇതിലുണ്ട്. പോട്ടെ. ജാക്സൺ ആരുടെയും മറുപടിക്ക് നിൽക്കാതെ റോഡിലേക്കിറങ്ങി. റോഡരികിൽ വെച്ചിരുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. എൽസമ്മയുടെയും സൈമൺ തരകൻ്റെയും ആളുകൾ തിരക്കിട്ട് ആലോചന തുടങ്ങിയിരുന്നു. ഇന്ന് തന്നെ ഇവിടുന്ന് മാറിയേക്കാം, ആർക്കും കുറച്ചിലൊന്നും തോന്നേണ്ട കാര്യമില്ല. സ്റ്റീഫൻ സൈമൺ തരകനെയും കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു. സ്വന്തം മകൻ തരുന്നതല്ലേ, അതവൻ്റെ കടമയായിട്ട് കരുതിയാൽ മതി. താമസം മാറ്റുന്നതിനു മുമ്പ് അവിടെ പോയി വീടൊന്ന് കാണണ്ടേ, ഒരാൾ ചോദിച്ചു. അത് ശരിയാ, ശൗരി പറ്റിച്ചതാണോന്ന് അറിയാൻ വയ്യല്ലോ. സ്റ്റീഫൻ അത് ശരിവച്ചു. അപ്പോൾ തന്നെ അയാൾ കാർ ഇറക്കി. വീട് കാണാൻ എൽസമ്മയും മക്കളും എൽസമ്മയുടെ അപ്പനും അഗസ്റ്റിൻ സാറും കൂടിയാണ് പോയത്. സൈമൺ തരകനെ കൂടെ ചെല്ലാൻ വിളിച്ചെങ്കിലും അയാൾ ഒഴിഞ്ഞു മാറി. ഓമനപ്പുഴയിൽ പോയി അഡ്രസ്സ് തെരഞ്ഞു പിടിച്ച് സ്റ്റീഫനും എൽസമ്മയും കൂട്ടരും വീട് കണ്ടു. ഗേറ്റും പിന്നെ മുൻവാതിലും തുറന്ന് അകത്ത് കയറി. 3 ബെഡ്റൂമുകളും കിച്ചനും ഊണുമുറിയും വർക്ക് ഏരിയയും സിറ്റൗട്ടും അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളുമുള്ള വീട്. വീടിനുള്ളിൽ പുതിയ ഫർണിച്ചർ, മെത്ത, കട്ടിൽ, മേശ, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഡൈനിങ് ടേബിൾ, സ്റ്റീൽ അലമാര, അടുക്കള ഉപകരണങ്ങൾ, പാത്രങ്ങൾ, സോഫകൾ, കസേരകൾ, ടീപ്പോയി എന്നിവ. ജാലകവിരികളെല്ലാം പുതിയതായിരുന്നു. എൽസമ്മയ്ക്കും സ്റ്റീഫനും വീട് നന്നേ ഇഷ്ടപ്പെട്ടു. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ 7 എഴുത്ത് വരില്ല. റോയി സൈമൺ പിറുപിറുത്തു. അതൊന്നും ഇനി നോക്കേണ്ട. ഈ വീട് തന്നപ്പോൾ അതിനർത്ഥം ഈ ശൗരി നിങ്ങളെ സംരക്ഷിച്ചോളുമെന്ന് തന്നെയാ. വാശിയും പിണക്കങ്ങളുമൊക്കെ കുറേ കാലം കഴിയുമ്പം അലിഞ്ഞു തീർന്നോളും. അഗസ്റ്റിൻ സാർ ദീർഘദർശനം നടത്തി. എൽസമ്മയും കൂട്ടരും സന്തുഷ്ടരായി മടങ്ങി. അവർ തിരികെ അഗസ്റ്റിൻ സാറിൻ്റെ പഴയ വീട്ടിലെത്തി. അപ്പോൾ സൈമൺ തരകൻ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലും പരിസരങ്ങളിലും അവർ തിരഞ്ഞു. നമ്മൾ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സ്റ്റീഫൻ ആശ്ചര്യപ്പെട്ടു. പുറത്തോട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും, നമുക്ക് നോക്കാം. അവർ വീടിനകത്ത് കയറി വസ്ത്രങ്ങളെല്ലാം ബാഗിലടുക്കി പുതിയ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. സൈമൺ തരകൻ വരാൻ വേണ്ടി കാത്തിരുന്നു. ചെല്ലിക്കടപ്പുറത്ത് സന്ധ്യ ചേക്കേറുകയാണ്. തെങ്ങും പറമ്പിലേക്ക് കയറ്റി വെച്ച വള്ളങ്ങളും പൊന്തുകളും ഏതോ കടൽക്ഷോഭത്തിൽ ഒഴുകി വന്നടിഞ്ഞതുപോലെ തോന്നിക്കുമായിരുന്നു.
ചില വള്ളങ്ങൾ കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. മണ്ണെണ്ണയും വെള്ളവും നിറച്ച കന്നാസുകൾ കയറ്റുന്നു. എഞ്ചിൻ ചുമന്നുകൊണ്ടുപോയി വെക്കുന്നു. മറ്റൊരു വള്ളത്തിലേക്ക് 4-5 പേർ ചേർന്ന് വല ചുമന്നുകൊണ്ടു പോകുന്നു. ഇരുട്ടിത്തുടങ്ങിയതോടെ 2 വള്ളങ്ങളും കടലിലേക്ക് യാത്രയായി. ഇനിയും വള്ളങ്ങൾ കടലിൽ പോകാനൊരുങ്ങുന്നുണ്ട്. അന്ത്രായോസ് തൻ്റെ ചെറുവള്ളത്തിൽ മണ്ണെണ്ണ ജാർ ചുമന്നെത്തിച്ചു. പുറകെ സൈമൺ തരകൻ ഉണ്ടായിരുന്നു. മണ്ണെണ്ണ എത്രയുണ്ട്? സൈമൺ തരകൻ ചോദിച്ചു. 10 ലിറ്റർ. ചൂണ്ടയും വലയും വള്ളത്തിലില്ലേ? വലയില്ല, ചൂണ്ടയുണ്ട്. രാത്രി ചൂണ്ടയ്ക്ക് പോകാനുള്ള വള്ളമാ. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാനുണ്ടോ അന്ത്രായോസേ? ഇങ്ങോട്ടൊന്നും തരാനില്ല മുതലാളി, അങ്ങോട്ടാണ് കടങ്ങൾ. അന്ത്രായോസ് പറഞ്ഞത് സത്യമായിരുന്നു. സൈമൺ തരകൻ ഈടിന് പണം കടം കൊടുത്ത വള്ളങ്ങളിൽ അവശേഷിക്കുന്നത് അന്ത്രായോസിൻ്റെ ജെറുസലേമും വിശ്വംഭരൻ്റെ ശ്രീ അയ്യപ്പനും മാത്രമാണ്. ഒരു കാലത്ത് സൈമൺ തരകൻ്റെ മേൽക്കോയ്മയിൽ 100 കണക്കിന് വള്ളങ്ങളുണ്ടായിരുന്നു. വള്ളം കടലിലോട്ട് തള്ളിയിറക്കാൻ ഒരാളെ കൂടി വിളിക്ക്, സൈമൺ തരകൻ അന്ത്രായോസിനോട് നിർദ്ദേശിച്ചു. അന്ത്രായോസ് കടപ്പുറത്തേക്ക് പോയി ദാസപ്പനെ വിളിച്ചുകൊണ്ട് വന്നു. അവരോടൊപ്പം വള്ളം തള്ളിയിറക്കാൻ സൈമൺ തരകനും സഹകരിച്ചു. തിരയിൽ ഇറങ്ങിയ വള്ളത്തിലേക്ക് കയറാൻ സൈമൺ തരകനെ അന്ത്രായോസ് സഹായിച്ചു. അന്ത്രായോസ് വള്ളത്തിൽ കയറാൻ തുനിഞ്ഞപ്പോൾ സൈമൺ തരകൻ തടഞ്ഞു. ഞാൻ പോയിട്ട് വരാം. മുതലാളി ഒറ്റയ്ക്ക് ചൂണ്ടയ്ക്ക് പോകാനോ? അന്ത്രായോസ് അന്തം വിട്ടു. ഞാനൊറ്റയ്ക്ക് എത്ര വട്ടം പോയിരിക്കുന്നു. ആ കാലമല്ല മുതലാളി ഇപ്പം. തീരക്കടലിൽ മീനില്ല. അങ്ങ് പോകാം. പണ്ട് പോയിട്ടുണ്ട് ഞാൻ. എന്നാലും ആരും കൂട്ടില്ലാണ്ട് മുതലാളി ഒറ്റയ്ക്കൊരു വള്ളത്തിൽ. ആളുണ്ടടോ, ചെല്ലാനത്തുനിന്ന് കയറും. സൈമൺ തരകൻ സ്റ്റാർട്ടർ വലിച്ച് എൻജിൻ സ്റ്റാർട്ടാക്കി. എന്നാ ഞാൻ പോണ്. അന്ത്രായോസേ, നിനക്ക് ഞാൻ കടക്കാരനാണെന്ന് തോന്നിയ നീ ശൗരിയോട് ചോദിച്ചാൽ മതി. അവൻ തരും. എൻ്റെ മകനാ. അത്രയും പറഞ്ഞ് സൈമൺ തരകൻ പടിഞ്ഞാറേക്ക് ബോട്ടെടുത്തു. കടലലകൾക്ക് മീതെ തുള്ളിത്തുള്ളി അത് പോയിക്കൊണ്ടിരുന്നു. തീരക്കടൽ കടന്നതോടെ സൈമൺ തരകൻ ലൈറ്റ് അണച്ചു. കൂറ്റാക്കൂറ്റിരുട്ട്. ഇനി വെളിച്ചമില്ലാത്ത യാത്രയാണ്. അതെവിടെ അവസാനിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. വള്ളത്തിലെ ജാറിൽ കരുതിയിരിക്കുന്ന മണ്ണെണ്ണ തീരുന്നത് വരെ, അല്ലെങ്കിൽ മോശമായ കാലാവസ്ഥയുടെ ആദ്യത്തെ അടിയേറ്റ് തന്നെ തകരുന്ന ഈ വള്ളത്തെ കടൽ വിഴുങ്ങുന്നത് വരെ സൈമൺ തരകൻ വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിച്ചുകൊണ്ട് വള്ളപ്പടിയിലിരുന്നു. കാറ്റിനു വേഗവും തണുപ്പും കൂടിക്കൂടി വന്നു. അധികം വൈകാതെ തന്നെ കനത്ത മഴ പെയ്യുമെന്ന് സൈമൺ തരകൻ കണക്കുകൂട്ടി. കൈപ്പത്തികൊണ്ട് മുഖം ഒഴിഞ്ഞും വിരലുകൾ തലമുടിയിൽ ഇഴച്ചും അസ്വസ്ഥനായി കിടക്കയിലിരിക്കുകയാണ് ഡാൻഡസ്. വന്നപ്പോൾ തന്നെ ജാനറ്റ് ഉപയോഗിച്ചിരുന്ന മുറി അവനു വേണ്ടി എമിലിയും ഷീബയും ചേർന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എമിലി അവനെ ചോറുണ്ണാൻ വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് ഉണ്ടു. അവൻ ആരുടെയും മുഖത്ത് നോക്കിയില്ല. പരസ്പരം എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത വിധം അപരിചിതത്വം അവൻ അവിടെ ഉള്ളവരോടും അവർക്ക് അവനോടും ഉണ്ടായിരുന്നതിനാൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചില വാക്കുകൾ മാത്രമേ അവർക്കിടയിൽ ഉച്ചരിക്കപ്പെട്ടുള്ളൂ. ഊണ് കഴിഞ്ഞ് മുറിയിലെത്തിയ ഡാൻഡസ് പിന്നെ പുറത്തിറങ്ങിയതേയില്ല. അയൽക്കാർ വരുന്നതും എമിലിയോടും ഷീബയോടും ഡെന്നിച്ചനോടും കുഞ്ഞനയോടുമൊക്കെ തീരെ താഴ്ന്ന സ്വരത്തിൽ ആകാംക്ഷയോടെ സംസാരിക്കുന്നതും അവൻ അറിയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. താനൊരു ഒളിത്താവളത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡാൻഡസിന് തന്നെ തോന്നി. ചില കോഡ് വാക്കുകൾ മാത്രമാണ് ഉച്ചരിക്കപ്പെടുന്നത്. ആർക്കും മുറിയിലേക്ക് നേരെ വരാനോ സംസാരിക്കാനോ ധൈര്യമില്ല. എന്തൊക്കെ ചോദിക്കാം, എന്തെല്ലാം പറയാം എന്നൊന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല. സന്ധ്യയായതോടെ അവൻ്റെ ഏകാന്തതയും ഇരുണ്ടു. അതിന് ഘനവുമുണ്ടായി. തൻ്റെ ആരൊക്കെയാണ് ഈ വീട്ടിലുള്ളതെന്ന് അവൻ അറിയില്ല. എമിലിയെ മാത്രം അറിയാം. തന്നെ പ്രസവിച്ച സ്ത്രീയാണ്. ഈ വീട്ടിലാണ് താൻ വളരേണ്ടിയിരുന്നത്. കഷ്ടപ്പാടുകളിലും ദാരിദ്ര്യത്തിലും മുഴുകി ജീവിക്കേണ്ടവനായിരുന്നു താൻ. ഇപ്പോൾ താൻ എവിടെയാണോ എന്താണോ അതാണ് സത്യം. ഇന്നലെ വരെയുള്ള ജീവിതം ഊരിക്കളയാനുള്ള ഉടുപ്പ് മാത്രമായിരുന്നു. ഒരു കുറച്ചിലും തോന്നേണ്ട കാര്യമില്ല. അഭിമാനക്ഷതം എന്നൊരു വാക്ക് മനസ്സിലുണ്ടാവുകയേ അരുത്. ഇതാണ് തൻ്റെ വീട്. ചോറ് വിളമ്പിത്തന്ന സ്ത്രീയാണ് തൻ്റെ അമ്മ. താൻ കാരക്കാട്ട് ബംഗ്ലാവിലെ രാജകുമാരനോ കീർത്തികേട്ട വയലിനിസ്റ്റോ അല്ല. ചെല്ലിക്കടപ്പുറത്തെ എമിലിയുടെ മകൻ. താൻ അനുഭവിക്കേണ്ടതായിരുന്ന എല്ലാ വേദനകളും അപമാനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ശേഷം
ഒരുവൻ തൻ്റെ അസ്തിത്വം തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ളവരെല്ലാം തന്നെ സ്നേഹിക്കുമെന്ന് ഡാൻഡസിന് മനസ്സിലായി. അപരിചിതത്വം മാത്രമേയുള്ളൂ തടസ്സം. വൈകാതെ അതലിഞ്ഞു പോകും. കാൽപ്പെരുമാറ്റം കേട്ട് ഡാൻഡസ് മുഖം തെല്ലുയർത്തി വാതിൽക്കിലേക്ക് നോക്കി. എമിലി, ശൗര്യയുടെ അമ്മ. അങ്ങനെയേ ഇതുവരെ കണ്ടിട്ടുള്ളൂ, ചിന്തിച്ചിട്ടുള്ളൂ. ആ ചിന്ത അടർത്തിക്കളയണം. തൻ്റെ അമ്മ എന്ന് ഓരോ നിമിഷവും ഓർക്കണം. എത്ര നേരമായിട്ടൊന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു, എമിലി അനുകമ്പയോടെ അവനോട് പറഞ്ഞു. ഡാൻഡസ് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അതിനൊന്നും അർത്ഥമില്ലെന്ന് അവന് തോന്നി. മേശപ്പുറത്ത് മാറ്റി വെച്ചിരുന്ന വയലിൻ എമിലി ചെന്നെടുത്തു. അത് ഡാൻഡസിൻ്റെ മടിയിൽ കൊണ്ടുവച്ചു. എനിക്കിതൊന്ന് കേൾക്കണം, എമിലി പറഞ്ഞപ്പോൾ ഡാൻഡസ് ആശ്ചര്യത്തോടെ അവളെ നോക്കി. ഞാൻ അത്രയ്ക്ക് ഈ സാധനത്തിനെ വെറുത്തിട്ടുണ്ട്. നീ ഇതിൽ കേമനാണെന്ന് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലോട്ട് വെറുപ്പ് വന്ന് നിറയും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ശൗര്യക്കിട്ടയ്ക്ക് കിട്ടേണ്ട കഴിവായിരുന്നല്ലോ എന്നോർത്താ. ഇപ്പം എനിക്കിതൊന്ന് കേൾക്കണം. എമിലിയുടെ വാക്കുകൾ ഡാൻഡസിൻ്റെ ഹൃദയത്തെ തൊട്ടു. സങ്കടവും അലിവും സ്നേഹവും അവൻ്റെ കണ്ണിലേക്ക് നനവായി ഊറിയെത്തി. കേസ് തുറന്ന് അവൻ വയലിനും ബോയും കയ്യിലെടുത്തു. വയലിൻ്റെ ചിൻറസ്റ്റ് മുഖത്തിന് കീഴെ കഴുത്തിലും തോളിലുമായി വെച്ചു. സ്ക്രോൾ കൈത്തണ്ടയ്ക്കും കൈപ്പത്തിക്കുമിടയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഫിംഗർ ബോർഡിൽ വിരലുകൾ ചേർത്ത് വലതു കൈയിൽ ബോ എടുത്തു. മെല്ലെ അവൻ വയലിൻ മീട്ടിത്തുടങ്ങി. അവൻ ഓർക്കാതെ തന്നെ ഒരുപാട് സങ്കടങ്ങളും പ്രതീക്ഷകളും സ്നേഹവാത്സല്യങ്ങളും തുടിക്കുന്ന ഒരു താരാട്ടിൻ്റെ ഈണം രാഗവീചികളായി അതിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരുന്നു. എമിലി ഡാൻഡസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആരെയും കാണുന്നില്ലെന്ന് തോന്നി. കണ്ണുകൾ പാതി അടഞ്ഞിരിക്കുന്നു. സ്ഥലവും കാലവും അവൻ അറിയുന്നില്ല. സംഗീതം അവനെ വേറെ ഏതോ ലോകത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോയിരിക്കുന്നു. എമിലിക്ക് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. മരിച്ചുപോയ തൻ്റെ വല്യപ്പച്ചനും പള്ളിപ്പാട്ടുകളും പെരുന്നാളുകളും ബാല്യകാലവും എല്ലാം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ഡാൻഡസ് വയലിൻ വീട്ടിൽ നിന്ന് നിർത്തി. ബോയും വയലിനും മടിയിൽ വെച്ചു. എമിലി അവൻ്റെ ശിരസിൽ 2 കൈയും വെച്ചു. മുടിയിലൂടെ കൈയൊടിച്ചു. കുനിഞ്ഞ് നിറകണ്ണുകളോടെ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. അവനെ ആലിംഗനം ചെയ്തപ്പോൾ അവൻ്റെ മുഖം അവളുടെ ഉദരത്തിന് മീതെ അമർന്നു. കടലിൻ്റെ ഉപ്പും മീനിൻ്റെ ഉളുമ്പും വിയർപ്പിൻ്റെ കനപ്പും വാത്സല്യത്തിൻ്റെ ചൂടുമുള്ള ഒരു ഗന്ധം അവൻ മുകർന്നു. ഇതാണ് 25 വർഷം മുമ്പ് നിനക്ക് നഷ്ടപ്പെട്ട ഗന്ധം. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. നിന്റെ അമ്മയുടെ മണം. എനിക്കിപ്പം ഇരട്ട പിറന്ന മക്കളാ. പ്രസവിച്ചത് നിന്നെയാണെങ്കിലും വളർത്തിയത് ശൗര്യക്കുട്ടിയെയാ. അവനെയും നീ എൻ്റെ മകനായിട്ട് കാണണം, എമിലി കണ്ണീരോടെ പറഞ്ഞു. വാതിലിനപ്പുറം ആഞ്ചലോസും കുഞ്ഞനെയും ഷീബയും ഡെനിച്ചനും നോക്കി നിൽപ്പുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് തുടങ്ങിയ കുടിയാണ്. വറുത്തും പൊരിച്ചും കൊടുത്ത് മേബിൾ വശം കെട്ടു. ശൗര്യക്കുട്ടി എന്തെന്നില്ലാത്ത ഉഷാറിലാണിന്ന്. 2 കുപ്പിയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. വേറെ ആരുമില്ല കമ്പനി കൂടാൻ. മൈക്കേലും ശൗര്യക്കുട്ടിയും മാത്രം. മൈക്കേലേ, അന്നും ഇന്നും എനിക്ക് നീ മാത്രമേ ഉള്ളൂ കൂട്ടുകാരൻ. ഒരുപാട് പേര് വന്നു, കൂടി, പിരിഞ്ഞു. പക്ഷേ മൈക്കേലേ, നിന്നെപ്പോലൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോണില്ല. ശൗര്യക്കുട്ടിയുടെ കണ്ണ് നേരെ നിൽക്കുന്നില്ല. മുഖവും ആടുന്നുണ്ട്. അതെന്താണെന്നറിയാവോ മൈക്കേലേ? എനിക്ക് ആരുമില്ലാതിരുന്നപ്പോഴുള്ള കൂട്ടുകാരനാണ് നീ. മിണ്ടാൻ ആരുമില്ല, എന്തെങ്കിലും തരാൻ ആരുമില്ല. അന്നൊക്കെ ഞാൻ ഓർക്കും, ദൈവം കൊണ്ടുതന്നതാണ് നിന്നെ എനിക്കെന്ന്. ശൗര്യക്കുട്ടി വീണ്ടും ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു. അതെടുത്ത് കുടിക്കാൻ ഭാവിച്ചപ്പോൾ മേബിൾ തടഞ്ഞു. മതി, ഒരുപാടായി. നീ പോടി, നീ ആരാ? മേബിൾ മിണ്ടാതെ നിന്നു. എൻ്റെ ജോലി തീർത്തിട്ട് വന്നവനാണ് ഞാൻ. എല്ലാ കടങ്ങളും എല്ലാ കടമകളും എല്ലാം തീർത്തു. എനിക്ക് കുടിക്കാം, ആരെയും നോക്കണ്ട. ശൗര്യ ഗ്ലാസ്സിലെ മദ്യം എടുത്ത് മൂന്നി. ഗ്ലാസ് മേശപ്പുറത്ത് അടിച്ചു വെച്ചു. എല്ലാം തീർത്തു. പിരിക്കേണ്ടവരെയൊക്കെ പിരിച്ചു, ചേർക്കേണ്ടവരെയൊക്കെ ചേർത്തു. ഇനി എനിക്ക് എന്നതാ? ഒന്നുമില്ല. ചത്താലെന്നാ, ജീവിച്ചാലെന്നാ? എന്തൊക്കെയാ ഈ പറയുന്നേ? മേബിൾ ശാസിച്ചു. കുറേ നേരം ഇരുന്നിട്ട് ലൈസാമ പോയി കിടന്നു കഴിഞ്ഞു. മൈക്കേൽ ഒരു കസേരയിൽ ആടി ആടി ഇരിപ്പുണ്ട്. ഇടയ്ക്ക് ഉറക്കം തൂങ്ങും, പിന്നെ കണ്ണു തുറക്കും. ഇതേത് ലോകം എന്ന മട്ടിൽ മേബിളിനെയും ശൗര്യക്കുട്ടിയെയും നോക്കും. പിന്നെയും മുഖം കുനിച്ച് ആടിക്കൊണ്ടിരിക്കും.
പക്ഷെ മൈക്കേലേ, ശൗരി അവൻ്റെ തോളത്ത് അടിച്ചുണർത്തി. ശൗരി സകലതും പിടിച്ചടക്കി, ശത്രുക്കളെല്ലാം അടിച്ചൊതുക്കി. അങ്ങനെ ജയിച്ചു കയറി വന്നതാ. പക്ഷേ മൈക്കേലേ, അവസാനത്തെ അംഗത്തിൽ ശൗരി തോറ്റുപോയടാ. കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചുപോയി. എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? ഇപ്പോൾ ശൗര്യക്കുട്ടി ആരാ? ആരുമല്ല, ആരുടെയും ആരുമല്ല. മേശപ്പുറത്തിരുന്ന തൻ്റെ തന്നെ കൈത്തണ്ടയിലേക്ക് ശൗര്യക്കുട്ടി നെറ്റി ചായ്ച്ചു. ഞാൻ പോകും. അവൻ അങ്ങനെ തന്നെ ഇരുന്ന് പിറുപിറുത്തു. ഉറക്കം തൂങ്ങി കസേരയിൽ നിന്ന് വീഴാൻ പോയ മൈക്കേലിനെ മേബിൾ തട്ടിക്കുലുക്കി എണീപ്പിച്ച് മുറിയിലേക്ക് അയച്ചു. ഭിത്തിയിൽ തോളിടിച്ചും പരതി പിടിച്ചും ആടിയാടി അവൻ കിടപ്പറയിലേക്ക് പോയി. ശൗര്യക്കുട്ടി പിന്നെയും മുഖമുയർത്തി മേബിളിനെ നോക്കി. ഞാൻ പോകും. എനിക്കിവിടെ ആരുമില്ല, ആരുമില്ല, ആരും. ഞാനുണ്ടല്ലോ. മേബിളിൻ്റെ കണ്ടമിടറി. നീയോ? നീ ആരാ? നീ എനിക്കാരാ? അറിയാഞ്ഞിട്ടാണോ? മേബിളിന് കരച്ചിൽ വന്നു. അറിഞ്ഞിട്ടും അറിയാതെ നടക്കുവല്ലേ? കണ്ടിട്ടും കാണാതെ പോകുവല്ലേ? അവളുടെ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ തുളുമ്പിച്ചാടി. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്തുമാത്രം മെഴുകുതിരി കത്തിച്ചു. എല്ലാം ഈ ഒരാൾക്ക് വേണ്ടിയല്ലേ? അവൾ മുഖം താഴ്ത്തിയിരുന്ന് വിതുമ്പി. ശൗര്യക്കുട്ടി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കണ്ണുനീർ വീണ മുഖം തെല്ലുയർത്തി. ഞാൻ നിന്നെ കെട്ടണാ? വേണ്ട. അവൾ പിണങ്ങി മുഖം വെട്ടിച്ചു. നീ എൻ്റെ കൂടെ കാക്കിനാടയ്ക്ക് വരുമോ? ഇല്ല. അപ്പോഴും അവൾ പിണങ്ങി മുഖം വെട്ടിച്ചു. ശൗര്യക്കുട്ടി അവളുടെ വലതുകരം എടുത്ത് തൻ്റെ കവിളത്തോട് ചേർത്തു. പിന്നെ ആ കൈപ്പത്തിയിൽ മുഖമണച്ച് ഊണുമേശയിലേക്ക് തലവെച്ചു കിടന്നു. മേബിൾ കണ്ണീരോടെ അവൻ്റെ ശിരസ് തലോടിക്കൊണ്ട് അരികെ തന്നെ നിലകൊണ്ടു. മഴ, കാറ്റ്, തിരമാലകൾ, മഹാസമുദ്രം, അതിനും മീതെ ഇരുട്ട്. വള്ളപ്പടിയിലിരുന്ന് നനയും തോറും സൈമൺ തരകന് ഉന്മാദം കൂടിക്കൂടി വന്നു. ഇനിയും 2-3 ലിറ്റർ മണ്ണെണ്ണ ജാറിൽ ബാക്കിയാണ്. ഇടിമിന്നലിൽ ഇടയ്ക്കിടെ കടൽ പരപ്പിലെ കോളിളക്കം കാണാം. കാറ്റെറിയുന്ന മഴ നനഞ്ഞ് അയാൾ പഴയൊരു തമിഴ് പാട്ട് പാടി. യാരുക്കാഹേ, ഇത് യാരുക്കാഹേ? കടലാഴം എത്രയുണ്ട്? കര എവിടെയാണ്? ഇനി എത്ര ദൂരം? ഈ 3 ചോദ്യങ്ങൾക്കും തൻ്റെ ചിന്തയിലോ ജീവിതത്തിലോ ഇനി സ്ഥാനമില്ലെന്ന് അയാൾ ഓർത്തു. അന്ത്യവിധിയും കൊണ്ടുവരുന്ന വൻതിരയെയും തേടി വള്ളം കൊതുമ്പു തോണി പോലെ ആടിയുലഞ്ഞ് ഇരുൾപ്പരപ്പിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഇടുനാദം കേട്ട് ഞെട്ടിയുണർന്ന ശൗര്യക്കുട്ടി തല പൊക്കി നോക്കി. സോഫയിലാണ് കിടക്കുന്നത്. ആരെങ്കിലും തന്നെ വിളിച്ചുവോ? അങ്ങനെയൊരു തോന്നൽ. മേബിൾ സോഫയ്ക്കരികെ ഒരു കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പാവം. ശൗര്യയ്ക്ക് അവളോട് അളവറ്റ വാത്സല്യം തോന്നി. മുറ്റത്തു നിന്നും ആരോ വിളിച്ചുവോ? ശൗര്യയ്ക്ക് സംശയമായി. അവൻ എഴുന്നേറ്റപ്പോൾ വേയിച്ചുപോയി. ബാലൻസ് പിടിച്ച് മുൻവാതിൽക്കലേക്ക് നടന്നു. വാതിൽ തുറന്ന് ലൈറ്റിട്ട് നോക്കി. മുറ്റത്ത് നനഞ്ഞു നിൽക്കുന്ന സ്ത്രീരൂപം കണ്ട് ആദ്യം ശൗര്യയ്ക്ക് ഉൾക്കിടലമുണ്ടായി. അമ്മ! ശൗര്യക്കുട്ടി മഴയത്തേക്ക് ഓടിയിറങ്ങി. നനഞ്ഞു കുതിർന്നൊലിച്ച് നിൽക്കുകയാണ് എമിലി. കയ്യിലൊരു പെണ്ടോർച്ച്. കിടന്നിട്ട് ഉറക്കം വരണില്ല. ചങ്ക് കഴച്ച് പൊട്ടിയിട്ട് കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് വരുന്നതാ ഞാൻ. എമിലി തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ആരുമില്ലേ ശൗര്യക്കുട്ടി? നിനക്കൊരു വീടില്ലേ? എല്ലാം ഉണ്ടായിരുന്നു. ഒക്കെ മാറി മറിഞ്ഞു പോയില്ലേ? എനിക്കിപ്പോൾ ആരാ ഉള്ളത്? ആരുമില്ലേ. ഞാനാരാ നിൻ്റെ? പറ. എൻ്റെ അമ്മയായിരുന്നു. പക്ഷേ ഇപ്പം വേറൊരു അവകാശി വന്നല്ലോ എനിക്ക് പകരം. നിന്നെ ഞാനല്ലേടാ വളർത്തിയത്. ഇന്നലെ വരെ ഞാൻ നിൻ്റെ അമ്മയായിരുന്നെങ്കിൽ മരിക്കണ വരേക്കും ഞാൻ തന്നെയാ നിൻ്റെ അമ്മ. അതിന് പകരം വേറൊരാളില്ല, കേട്ടാ? എമിലി കരയുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ മഴവെള്ളത്തിനൊപ്പം അലിഞ്ഞു ചേർന്നു. വാ, എൻ്റെ കൂടെ വാ. എമിലി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആകാശത്ത് തെളിഞ്ഞ മിന്നൽ പിണരിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചു പോകേണ്ട വഴി ഒരു നിമിഷം തെളിഞ്ഞു. മിന്നൽ പിണരുകൾ ഇടയ്ക്കിടെ സ്വർണം പൂശുന്ന മഴത്തുള്ളികളേറ്റ് അമ്മയും മകനും നടന്നു പോയിക്കൊണ്ടിരുന്നു. ചാവുകടൽ നോവൽ അവസാനിച്ചു. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം.